അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാളിലകൾക്ക് മറ്റൊരു തഫ്സീറിൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ബിസ്മിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിനി ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചു, ഹുക്കുമുകൾ വിശദീകരിച്ചു, അതിൻ്റെ മായന നമ്മൾ വിശദീകരിച്ചു. ഇന്ന് എടുക്കുന്ന ഭാഗം കൂടെ ഖുർആനിൽ ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. ഇതിൽ പൊതുവെ വരുന്ന പിഴവുകൾ അൽഹംദു, അവിടെ അൽ അംദു എന്ന് ഓതുന്നവരുണ്ട്, അൽ ഹംദു ഓതുന്നവരുണ്ട്, അൽ അംദു ഐനാക്കി ഓതുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണ്. അൽഹംദു ഹ ആണ്. പിന്നെ ലില്ലാഹി, പൊതുവെ എല്ലാ ആളുകളും വരുന്ന ഒരു പിഴവാണ് ലില്ലാഹി ആയി ഓതും. അൽഹംദുലില്ലാഹി രി എന്നുള്ള ഉച്ചാരണമായിട്ട് ഓതും. ലി എന്ന് ലാമ് തന്നെ അവിടെ ഉച്ചരിക്കണം. ലില്ലാഹി ഹ ആണ് അവസാനം, അപ്പോൾ ഹ തന്നെ ഉച്ചരിക്കുക. അവിടെ ലില്ലായി യാ ഉച്ചരിക്കും, ലില്ലായി അങ്ങനെ ഹംസായി ഉച്ചരിക്കും. അതൊക്കെ തെറ്റാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ റബ്ബി, റാ തഫ്ഖീമാണ്, ഒന്ന് മുഴങ്ങിയ ശബ്ദത്തോടു കൂടെ വരണം. ആലമീൻ എന്ന് പറയുമ്പോൾ ഐന് ശ്രദ്ധിക്കുക, അവസാനം നൂനാണ്, അത് ശ്രദ്ധിക്കുക. ആലമീൻ, അവിടെ ആലമീം എന്ന് മീം ആവരുത്, ചുണ്ട് കൂടിയാൽ മീമായി മാറും. ആലമീൻ, അത് ശ്രദ്ധിക്കുക. പിന്നെ അർ-റഹ്മാനിർ റഹീം, അത് നമ്മൾ ബിസ്മിയിൽ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉച്ചാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദു, ഇനി അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൽഹംദു സർവസ്തുതിയും, അലിഫ്ലാമിന് സർവ മുഴുവൻ എന്നുള്ള അർത്ഥമുണ്ട്. അൽഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും. എന്താണ് ഹംദ്? അതിൻ്റെ നിർവചനം താരീഫ് പറയാണ്. അസ്സനാഉ ബിൽ ജമീലി അലാ ജിഹത്തി തഅലീമി. തഅലീമിൻ്റെ എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുന്ന മാർഗത്തിലൂടെ നല്ലത് കൊണ്ട് പുകഴ്ത്തി പറയുക, അതിനാണ് ഹംദ്, സ്തുതി എന്ന് അതിനാണ് പറയുക. അപ്പോൾ എന്താണ്, ഒരാളെ മഹത്വപ്പെടുത്തുന്നതിലൂടെ നല്ല കാര്യം കൊണ്ട് പുകഴ്ത്തി പറയാം. ചീത്തത് കൊണ്ട് പറയുന്നതിന് ഹംദ് സ്തുതിക്കുക എന്ന് പറയില്ല, അത് മോശപ്പെടുത്തുക എന്നാണ് പറയാം. അപ്പോൾ നല്ലത് കൊണ്ട് പുകഴ്ത്തി പറയണം, ഒരാളെ മഹത്വപ്പെടുത്തുകയും വേണം. അപ്പോൾ അതിനാണ് ഹംദ്, സ്തുതി എന്ന് പറയാം. ആ ഹംദ്, ആ സ്തുതി ലില്ലാഹി, ആർക്കുള്ളതാണ്? അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന് മാത്രം എന്നുള്ളതില്ല, അള്ളാഹുവിനുള്ളതാണ്. ഹുവ, ആ അള്ളാഹു എന്നുള്ളത് ഇസ്മുല്ലിൽ മൗജൂദിൽ ഹഖി, ഹക്കിന് വെക്കപ്പെട്ട ഇസ്മാണ്, ഹക്കിന് മൗജൂദായ ഇസ്മാണ്. ഹക്കീക്കിയായ വുജൂദുള്ളത് എന്ന് പറഞ്ഞാൽ, ഹക്കീക്കിയായ വുജൂദ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. എന്താ ഹക്കീക്കിയായ വുജൂദ് എന്ന് പറഞ്ഞാൽ? മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാത്തത്, നിരാശ്രയൻ എന്നൊക്കെ നമ്മൾ പറയല്ലോ, എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്കും ആവശ്യമില്ലാത്തവൻ, അവൻ അള്ളാഹു മാത്രമാണ്. അതിനുള്ള പേരാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ മറ്റൊന്നിലേക്ക് ആവശ്യമുണ്ട് ഇല്ലേ? എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ആവശ്യമുണ്ട്. എനിക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ ഫോൺ ആവശ്യമാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ എനിക്ക് ഭക്ഷണം ആവശ്യമാണ്. അങ്ങനെ എനിക്ക് മറ്റു പലതിലേക്കും ആവശ്യമാണ്. നിങ്ങൾക്കും അതുപോലെ മറ്റു പലതിലേക്കും ആവശ്യമാണ്. എന്നാൽ ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു. അതാണ് അങ്ങനെ ഒന്നിലേക്കും ആവശ്യമില്ലാത്തതിന് വെക്കപ്പെട്ട പേരാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ എനിക്ക് അള്ളാഹു എന്ന് പേര് വെക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എനിക്ക് മറ്റൊന്നിലേക്ക് ആവശ്യമുണ്ട്. മറ്റൊന്നിലേക്ക് ആവശ്യമുള്ളതിന് അള്ളാഹു എന്ന പേര് വെക്കാൻ പാടില്ല. അപ്പോൾ ആ മൗജൂദുൽ ഹക്ക്, അവനിക്ക് ഉള്ള പേരാണ് അള്ളാഹു എന്നുള്ളത്. പിന്നെ അള്ളാഹു എങ്ങനെയാണ്? അൽ ജാമിഇ ലി സിഫാത്തിൽ ഇലാഹിയത്തി, ഇലാഹിയായ എന്ന് പറഞ്ഞാൽ ഒരു ആരാധ്യനാകാൻ ആവശ്യമുള്ള സർവ്വ ഗുണവിശേഷണങ്ങളും ഉൾക്കൊണ്ടവനാണ്. ഇൽ ജാമിഉ,
ജാമിഇ ഉൾക്കൊണ്ടവനാണ് ലി സിഫാത്തിൽ ഇലാഹിയത്തി ഇലാഹിയിൻ്റെ എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹനാവുക എന്നതിൻ്റെ ഗുണവിശേഷണങ്ങൾ, സിഫാത്ത് ഗുണവിശേഷണങ്ങൾ. അൽ മൻഊത്തി ബി നുഊത്തി റുബൂബിയത്തി, അതും ഇലാഹിയത്ത് ഒരേ അർത്ഥം തന്നെയാണ്. റുബൂബിയത്ത് റബ്ബാവുക, രക്ഷിതാവുക എന്നുള്ളതിൻ്റെ സർവ്വവിശേഷണങ്ങൾ കൊണ്ടും വിശേഷണം സിദ്ധിച്ചവനുമാണ് അള്ളാഹു. പിന്നെയോ അൽ മുൻഫരിദി ബിൽ വുജൂദിൽ ഹക്കീക്കി, ഹക്കീക്കായ വുജൂദ് കൊണ്ട് തനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ഹക്കീക്കിയായ വുജൂദ് അവന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാഹി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അത് ആ അള്ളാഹു ലില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഒന്ന് വിശദീകരിച്ചതാണ്, ആ അള്ളാഹു എന്ന പദത്തെ ഒന്ന് വിശദീകരിച്ചതാണ്. ഇനി പറയാണ്, അപ്പോൾ അൽഹംദുലില്ലാഹി സർവസ്തുതിയും അള്ളാഹുവിനിക്ക് സ്ഥിരമായതാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? ഇനി അള്ളാഹുവിനെ എന്താണ് ഖുർആനിൽ എന്ത് ചെയ്യാണ്? വിശേഷണം പറയാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. സയ്യിദി വ മാലിക്കി, സയ്യിദ് നേതാവ്, മാലിക്കി ഉടമസ്ഥൻ. അപ്പോൾ റബ്ബി എന്നുള്ളതിൻ്റെ അർത്ഥം സയ്യിദി വ മാലിക്കി, ഉടമസ്ഥനായ നേതാവായ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തുതിയും. അൽ ആലമീൻ, ലോകരുടെ. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മു ആലം, ആലം അതാണ് ലോകം. അപ്പോൾ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ. ആലമിൻ്റെ ജംആണ് ആലമീൻ എന്നുള്ളത്. അപ്പോൾ ഈ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ, ഒരുപാട് ലോകങ്ങൾ. ആലം എന്ന് പറഞ്ഞാൽ ലോകം. അപ്പോൾ ഈ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ, അത്. ആലം എന്ന് പറഞ്ഞാൽ കുല്ലു മാസി വല്ലാഹി തആല, അള്ളാഹുവിനെ ഒഴിച്ചുള്ള എല്ലാം. അള്ളാഹിനെ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ടോ അതിനാണ് ആലം എന്ന് പറയുക. അപ്പോൾ ആ അള്ളാഹിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് ആലമുണ്ട്. അതേതൊക്കെ? അതാണ് പറയുന്നത്. ആലമിൽ മലായിക്കത്തി, മലക്കുകളുടെ ലോകം പോലെ. ആലമിൽ ജിന്നി, ജിന്നുകളുടെ ലോകം പോലെ. ആലമിൽ ഇൻസ്, മനുഷ്യന്മാരുടെ ലോകം. നമ്മൾ മനുഷ്യന്മാരുടെ ലോകത്തല്ല ജീവിക്കുന്നത്. ആലമിൽ ഹയവാൻ, ഹയവാനിൻ്റെ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. ആലമിൻ നബാത്തി, സസ്യങ്ങളുടെ ലോകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരുപാട് ലോകങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ രക്ഷിതാവാണ് ആര്? അള്ളാഹു. അപ്പോൾ ആലമുൽ ഇൻസ് മാത്രമല്ല, മനുഷ്യരുടെ രക്ഷിതാവ് മാത്രമല്ല അള്ളാഹു. പിന്നെയോ മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റു പ്രാണികൾ, പറവകൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, സസ്യങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, അതിൻ്റെയൊക്കെ രക്ഷിതാവാണ്, സയ്യിദാണ്, മാലിക്കാണ്, ഉടമസ്ഥനാണ് ആര്? അള്ളാഹു. അപ്പോൾ ആ അങ്ങനത്തെ അള്ളാഹുവായ റബ്ബിനാണ് സർവസ്തുതിയും. മനസ്സിലായി എന്ന് കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നോക്കൂ, മാനൽ ആയത്തി, ഇനി പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം പറയാണ്. യുഖ്ബിറു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, അന്ന ജമീഅ അൻവാഇൽ മദാഇഹി മഹാമിദി, എല്ലാ ഹംദുകളുടെയും, അന്ന ജമീഅ അൻവാഇൽ മഹാമിദ, സർവ ഹംദുകളുടെയും ഇനങ്ങൾ എവിടെ നിന്നുള്ള? മിൻ സിഫാത്തിൽ ജലാലി വൽ കമാലി, എന്താണ് കമാലും ജലാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. അപ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നിന്നുള്ള സർവ ഹംദുകളും, എല്ലാ ഹംദുകളും എന്ന അർത്ഥം ചുരുക്കി പറയുമ്പോൾ ഹിയ ലഹു വഹ്ദഹു, അത് അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. ദൂന മൻ സിവാഹു, അള്ളാഹുവിനെ ഒഴിച്ച് വേറെ ആർക്കും എന്തില്ല? ഈ ഹംദുകളുടെ ഒരു ഇനങ്ങളും ഇല്ല. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ സർവ്വ ഹംദുകളും ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇത് കാരണം ഹുവ, അവന് എല്ലാ ഹംദു ആവാനുള്ള കാരണം പറയാണ്. റബ്ബു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെയും റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ്. വ ഖാലിഖുഹു, രക്ഷിതാവ് മാത്രം. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവുമാണ്. വ മാലിക്കുഹു, അതിൻ്റെ ഉടമസ്ഥനുമാണ്. സൃഷ്ടിച്ചതും അവനാണ്, അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ളവനും അവനാണ്. അപ്പോൾ പറയാണ് വ അന്ന അലൈന, നമ്മുടെ മേൽ നിശ്ചയമായും നമ്മുടെ മേൽ നിർബന്ധമാണ്. അൻ നഹ്മദുഹു, നാം അവനെ ഹംദ് ചെയ്യൽ, സ്തുതിക്കൽ. വ നുസ്ന അലൈഹി, അവൻ്റെ മേൽ പുകഴ്ത്തി പറയൽ. ബിദാലിക്ക, ആ ഹംദ് കൊണ്ട് അവനെ സ്തുതിച്ച് നമ്മൾ പുകഴ്ത്തി പറയൽ നമ്മുടെ മേലിലൊക്കെ എന്താണ്? നിർബന്ധമാണ്. അതാണ്
ഹംദിൻ്റെ അർത്ഥം. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അർ-റഹ്മാൻ റഹീം കൂടുതൽ വിശദീകരിക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പാഠത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കണം, സംശയം ഒരിക്കലും വെക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.